ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ. നമ്മള് രണ്ടാമത്തെ പാഠഭാഗത്തേക്ക് പോവുകയാണ്. ജ്ഞാൻമാർഗ്, അറിവിന്റെ വഴി. ജ്ഞാനം എന്ന് പറഞ്ഞ അറിവ്, നോളജ്. അപ്പൊ രണ്ടാമത്തെ പാഠത്തിന്റെ പേരാണ് ജ്ഞാൻമാർഗ് അഥവാ അറിവിന്റെ വഴി എന്ന് പറയുന്നത്. ഇവിടെ 3 രാജകുമാരന്മാര് അവരുടെ ഗുരുകുല പഠനത്തിന് ശേഷം, പഴയകാലത്ത് അതാണ് ഗുരുകുല പഠനമാണ്, ഗുരുവിന്റെ വീട്ടിൽ തന്നെ താമസിക്കുക, പഠിക്കുക. ഗുരുവിന്റെ വീട്ടിൽ തന്നെ താമസിച്ച് പഠിക്കുക എന്നാണ് ഗുരുകുല പഠനം എന്ന് പറയുന്നത്. അതാണ് ഗുരുകുല പഠനം, പഴയ കാലത്തുള്ള പഠനമാണ്. ആ ഗുരുകുല പഠനത്തിന് ശേഷം 3 രാജകുമാരന്മാരെ സ്വന്തം രാജ്യത്തിലേക്ക് തിരിച്ചു പോവുകയാണ്. അങ്ങനെ തിരിച്ചു പോകുന്ന വഴിക്കുണ്ടാവുന്ന സംഭവ വികാസങ്ങളാണ് ഈ ജ്ഞാനമാർഗം എന്ന് പറയുന്ന അറിവിന്റെ വഴി എന്ന് പറയുന്ന ഈ പാഠഭാഗത്തിലൂടെ പറഞ്ഞു വരുന്നത്. ഇത് എഴുതിയിരിക്കുന്ന വ്യക്തിയാണ് അസ്ഗർ വജാഹത്ത്. അസ്ഗർ വജാഹത്ത് എന്ന് പറയുന്ന സാഹിത്യകാരനാണ് ജ്ഞാനമാർഗ്, അറിവിന്റെ വഴി എന്ന് പറയുന്ന ഈ ഏകാന്ത നാടകം, ഏകാന്ത നാടകം എഴുതിയിരിക്കുന്നത്. നാടക രൂപത്തിലാണ് അത് അവതരിപ്പിക്കുന്നത്. ആ രീതിയിലാണ് പാഠഭാഗം വരുന്നത്. 3 राजकुमार गुरुकुल में अपनी पढ़ाई पूरी करने के बाद घर लौट रहे थे. 3 राजकुमार, 3 രാജകുമാരന്മാര് ഗുരുകുൽമേ, ഗുരുകുലത്തിലെ, ഗുരുവിന്റെ അടുത്ത് വസിക്കുന്നതാണ് ഗുരുകുല സമ്പ്രദായം. അതാണ് ഗുരുകുലം. ഗുരുകുൽമേ അപ്പനീ പടായി, താങ്കളുടെ പഠനം, പടായി പൂരി കർണേക്ക് ബാദ്, പഠനം പൂർത്തീകരിച്ചതിന് ശേഷം, അവരവരെ തങ്ങളുടെ പഠനം പൂർത്തീകരിച്ചതിന് ശേഷം, പടായി പൂരി കർണേക്ക് ബാദ് ഗർ ലൗട്ട് രഹേ, വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. ലൗട്ടിന തിരിച്ചു പോവുക, വീട്ടിലേക്ക് അവര് തിരിച്ചു പോവുകയാണ്. അവരുടെ പഠനം പൂർത്തീകരിച്ചതിന് ശേഷം വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. തീനോ ഗനേ ജംഗൽ സേ ഗുജർ രഹേ, 3 പേരും വളരെ നിബിഡമായ കാട്ടിലൂടെയാണ് കടന്നു പോകുന്നത്. ഗനേ ജംഗൽ, ഗനേ നിബിഡമായത്, കനത്തത്, നിബിഡമായത്. ഗനേ ജംഗൽ കാട്, ഫോറസ്റ്റ് ഏരിയ. ജംഗൽ ഫോറസ്റ്റ്, കാട്. 3 പേരും ഭയങ്കരമായ കാട്ടിലൂടെ, ഫോറസ്റ്റിലൂടെ കടന്നു പോവുകയാണ്. ഗനേ നിബിഡമായത്, ജംഗൽ ഫോറസ്റ്റ്. ജംഗൽ സേ ഗുജർ രഹേ, അങ്ങനെ കടന്നു പോകുന്നു. ഗുജർന കടന്നു പോവുക, പാസി. ഗുജർന കടന്നു പോവുക, പാസി. അപ്പൊ 3 പേരും കനത്ത അന്ധകാരം നിറഞ്ഞ ആ കാട്ടിലൂടെ കടന്നു പോവുകയാണ്. ഗുജർന കടന്നു പോവുക. രാജകുമാർ, 1ാമത്തെ രാജകുമാരൻ. हम तीनों इस बात पर गर्व कर सकते हैं कि हमने ज्ञान प्राप्त कर लिया है. हम तीनों, നമ്മൾ 3 പേരും इस बात पर, ഈ കാര്യത്തിൽ, ബാത്ത് കാര്യം, വിഷയം, ബാത്ത് കാര്യം, വിഷയം. इस बात पर गर्व कर, നമ്മൾ വളരെയധികം ഗർഭിതരാണ്, വളരെ ഗർവമുള്ളവരാണ്. गर्व कर सकते हैं कि हमने ज्ञान प्राप्त कर ലിയാക്കെ, നമ്മൾ അറിവ് നേടിയിരിക്കുന്നു എന്ന കാര്യത്തില് നമ്മൾ ഭയങ്കരമായിട്ട് അഭിമാനമുള്ളവരാണ്, ഗർവമുള്ളവരാണ്. ജ്ഞാൻ പ്രാപ്തിക്ക, ജ്ഞാനം നേടുക. നമ്മൾ അറിവ് നേടിയിരിക്കുന്നു എന്ന കാര്യത്തില് ഭയങ്കരമായിട്ടുള്ള അഹംബോധം നമുക്കുണ്ട്. രാജകുമാർ ദോ संसार में कितने कम लोगों को यह सौभाग्य प्राप्त होता है. ഈ ലോകത്ത് വളരെ കുറവ് വ്യക്തികൾക്ക് മാത്രമേ ഇങ്ങനെ അറിവ് നേടാൻ കഴിയൂ. ഈ ലോകത്ത് സംസാർ ഭൂമി, ലോകം, ഈ ലോകത്ത് വളരെ കുറച്ചു പേർക്ക് മാത്രമേ അറിവ് നേടാൻ കഴിയൂ. സംസാറിനെ ഇത്രേ കം ലോകോ, വളരെ കുറവ് വ്യക്തികൾക്ക്, മനുഷ്യർക്ക് ഏത് സൗഭാഗ്യം, ഈ സൗഭാഗ്യം വന്നു ചേരുകയുള്ളൂ. രാജകുമാർ തീ पर हम सबका ज्ञान बराबर नहीं है, हम सबका ज्ञान बराबर नहीं है. പക്ഷെ നമ്മുടെ ജ്ഞാനം, എല്ലാവരുടെയും ജ്ഞാനം തുല്യമായതല്ല. ബരാബർ, തുല്യമായത്. നമ്മുടെ ജ്ഞാനം തുല്യമായതല്ല. हम सबका ज्ञान बराबर नहीं है, നമ്മുടെ അറിവ്
നമ്മൾ 3 പേര് അറിവുള്ളവരാണ്, അറിവ് നേടി. പക്ഷെ നമ്മളുടെ അറിവ് തുല്യമായതല്ല. ബരാബർ തുല്യമായത്, ഈക്വൽ. ബരാബർ തുല്യമായത്, ഈക്വൽ. രാജകുമാർ ഏക്, ഒന്നാമത്തെ രാജകുമാരൻ. ക്യാ മത്ലബ്, മത്ലബ് ഹേ തുമാര, എന്താ നിങ്ങളുടെ അഭിപ്രായം? മത്ലബ് അഭിപ്രായം, മത്ലബ് അഭിപ്രായം, എന്താ നിങ്ങളുടെ അഭിപ്രായം? രാജകുമാർ ദി, മേരാ ജ്ഞാൻ തും ദോനോ കെ ജ്ഞാൻ സേ അധിക് ഹേ. മൂന്നാമത്തെ രാജകുമാരൻ പറയുകയാണ്, എന്റെ അറിവ് നിങ്ങളുടെ രണ്ടാളേക്കാൾ കൂടുതലാണെന്നാണ് പറയുന്നത്. മൂന്നാമത്തെ രാജകുമാരൻ പറയുന്നു, ഞാൻ നേടിയിരിക്കുന്ന അറിവ് നിങ്ങളുടെ അറിവിനേക്കാൾ കൂടുതലാണ്. നിങ്ങളുടെ രണ്ടുപേരുടെ അറിവിനേക്കാൾ കൂടുതൽ ജ്ഞാനം എനിക്കുണ്ട്, അറിവിരിക്കുന്നു. മൂന്നാമൻ പറയുന്നു, മേരാ ജ്ഞാൻ തും ദോനോ കെ ജ്ഞാൻ സേ അധിക് ഹേ. രാജകുമാർ ഏക്, കൈസി മൂർഖതാവാലി ബാത്തേം കർ രഹേ ഹോ. ഇപ്രകാരമുള്ള വിഡ്ഢിത്തങ്ങൾ പറയാതിരിക്കുക. മൂർഖതാവാലി, വിഡ്ഢിത്തം. മൂർഖതാവാലി, വിഡ്ഢിത്തം. ഇത്തരം വിഡ്ഢിത്തങ്ങൾ പറയാതിരിക്കുക. മൂർഖതാവാലി ബാത്തേം കർ രഹേ ഹേ. മേ തും ദോനോ സേ ബഡാ ഹൂം. ഞാൻ നിങ്ങൾ രണ്ടാളെക്കാളും വലിയവനാണ്. ഒന്നാമൻ പറയുകയാണ്, ഞാൻ നിങ്ങളെക്കാൾ വലിയവനാണ്. ദോനോ സേ ബഡാ ഹൂം. മേരെ ഭി പാസ് ജ്യാദാ ജ്ഞാൻ ഹേ. എന്റെ കൈവശം കൂടുതൽ ജ്ഞാനമുണ്ട്. ഒന്നാമൻ പറയാണ്, ഞാന് കൂടുതൽ വലിയ ജ്ഞാനിയാണ് എന്ന് പറയുകയാണ്. രാജകുമാർക്കോ, രണ്ടാമത്തെ, മേം തോ ഗുരുകുൽ ആനെ സേ പകലേ ഭി പഠിത്താത്ത. ഞാനാണ് ഗുരുകുലത്തിൽ ആദ്യമായി പഠിക്കാൻ എത്തിയത്. രണ്ടാമത്തെ രാജകുമാരൻ പറയുന്നത്, ഞാനാണ് ഗുരുകുലത്തില് ആദ്യമായി, പകലേ ആദ്യമായി, പകലേ ആദ്യമായി, ഞാനാണ് ആദ്യമായി പഠിക്കാൻ, എനിക്കാണ് അറിവ് കൂടുതൽ. രണ്ടാമൻ പറയുകയാണ്, മേരാ ജ്ഞാൻ തും ദോനോ സേ ജ്യാദാ ഹേ. എന്റെ അറിവ് നിങ്ങളെക്കാൾ കൂടുതലാണ്. ജ്യാദ, കൂടുതൽ. ജ്യാദ, കൂടുതൽ. അപ്പൊ ഓരോരുത്തരും പറയുകയാണ്, ഞാനാണ് അമീതേ, ഞാൻ ഭയങ്കര ജ്ഞാനിയാണ് എന്ന് ഓരോരുത്തരും പറയുകയാണ്. മേരെ പിതാ ബഹുത്ത് ബഡേ ജ്ഞാനീയം. ഒന്നാമത്തെ രാജകുമാരൻ പറയുകയാണ്, എന്റെ പിതാവ് ഭയങ്കര ജ്ഞാനിയാണ്, അറിവുള്ളവനാണ്. ഒന്നാമത്തെ പറയാം, ഉൻകാ പുത്ര ഹോനെ നാത്തെ മേ തും ദോനോ സേ ജ്യാദാ വിദ്വാൻ ഹേ. അപ്പോ ഒന്നാമത്തെ രാജകുമാരൻ പറയാണ്, എന്റെ പിതാവ് ഭയങ്കര പണ്ഡിതനാണ്, അദ്ദേഹത്തിന്റെ പാണ്ഡിത്യമൊന്നും ആർക്കും ഇല്ല പറയാം. രാജകുമാർക്കോ, പിതാ സേ ക്യാ ഹോതാ ഹേ. മേരി തോ മാതാ ജി ദേശ് കി മാനി ഹുയി വിദുഷി ഹേ. രാജകുമാർക്കോ, രണ്ടാമത്തെ രാജകുമാരൻ പറയാം, പിതാവിന്റെ കാര്യം ആരാ നോക്കുന്നത്? പിതാവിന്റെ കാര്യം ആരാ നോക്കുന്നത്? എന്റെ മാതാജി ദേശ് കി മാനി ഹുയി വിദുഷി ഹേ. രണ്ടാമത്തെ രാജകുമാരൻ പറയുകയാണ്, എന്റെ മാതാവ് വലിയ പാണ്ഡിത്യമുള്ളവളാണ്. വിദുഷി, പണ്ഡിത, പാണ്ഡിത്യമുള്ളവളാണ്. വിദുഷി, പണ്ഡിത, പണ്ഡിതയായ സ്ത്രീ. എന്റെ മാതാവ് ഭയങ്കര പണ്ഡിതയാണ്, അറിവുള്ളവളാണ്. അതാണ് വലിയ കാര്യം. മാനി ഹുയി വിദുഷി ഹേ. മേ ഉനിക്കെ പേട്ട് മേം നൗ മഹീനിയേക. ഞാൻ അങ്ങനെ പാണ്ഡിത്യമുള്ള ഒരു സ്ത്രീയുടെ വയറ്റിലാണ് 9 മാസക്കാലം വസിച്ചത്. 9 മാസക്കാലം ഞാൻ ആ പണ്ഡിതയായ അമ്മയുടെ വയറ്റിലാ വസിച്ചത്. അപ്പൊ പിന്നെ ഞാൻ പാണ്ഡിത്യമുള്ളവനല്ലേ? ഞാൻ അറിവുള്ളവനാണ്, ഞാൻ കഴിവുള്ളവനാണ്. ഉനിക്ക് പേട്ടുമേ നൗ മഹീനെ രഹാബു തും ദോനോ മേരാ മുഖാബല നഹീ കർ സക്തേ. നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്നോട് മത്സരിക്കാൻ കഴിയില്ല. മുക്കാബല, മത്സരിക്കുക. മുക്കാബല, മത്സരിക്കുക. നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്നോട് മത്സരിക്കാൻ കഴിയില്ല. എന്റെ മാതാവ് പണ്ഡിതയാണ്. ആ മാതാവിന്റെ ഉദരത്തിലാണ് ഞാൻ 9 മാസക്കാലം ജീവിച്ചത്. എന്നിട്ടാണ് ഞാൻ ഭൂമിയിലേക്ക് വന്നത്. അതുകൊണ്ട് ഞാനാണ് വലിയ പണ്ഡിതൻ. രാജകുമാരനെ, മേരെ ഗർക്കെ സേവക തക് മഹാപണ്ഡിതേ തും ദോനോ മേരെ ആകെ പോകുവോ. മൂന്നാമത്തെ ആൾ പറയണം, എന്റെ വീട്ടിലെ വേലക്കാരടക്കം പണ്ഡിതന്മാരാണ്. അപ്പൊ പിന്നെ ഞാൻ ആരാ? എന്റെ വീട്ടിലെ വേലക്കാരടക്കം പണ്ഡിതന്മാരാണ്. അപ്പൊ നിങ്ങളൊന്നുമല്ല. മേരെ ഗർക്കെ സേവക തക് മഹാപണ്ഡിതേ. എന്റെ വീട്ടിലെ സേവകന്മാരടക്കം, സേവകൻ വേലക്കാരൻ, സേവക് വേലക്കാരൻ, വേലക്കാരടക്കം പണ്ഡിതന്മാരാണ്. അപ്പൊ ഞാൻ ആരാണ് എന്ന് ചോദിക്കാം. രാജകുമാർ യഹി ബാത് കേട്ടോ ചലോ പരീക്ഷ ഹോ ജായ്. എങ്കിൽ നമുക്കിത് പരീക്ഷിക്കണം. അപ്പൊ ഒന്നാമത്തെ ആൾ പറയാണ്, നമുക്കിത് പരീക്ഷിക്കണം. രാജകുമാർ യഹി ബാത് കേട്ടോ തും അപ്പനെ ജ്ഞാൻ കാ പരിചയിത്തോ. അപ്പോ എങ്കില് നമ്മുടെ അറിവിനെ നമുക്ക് പരീക്ഷിക്കണം. രാജകുമാർക്കോ ജ്ഞാൻ കാ പരിചയ ജ്ഞാനിക്കോ ദിയാ ജാതാക്കി മൂർഖോ കോ നഹി. അപ്പോ അറിവ് എന്ന്
പറഞ്ഞാൽ അത് പണ്ഡിതന്മാർക്കുള്ളതാണ്, മണ്ടന്മാർക്കുള്ളതല്ല. മൂർക്ക് മണ്ടന്മാർ, അറിവില്ലാത്തവര്. മൂർക്ക് അറിവില്ലാത്തവര്, ജ്ഞാനി അറിവുള്ളവൻ, മൂർക്ക് അറിവില്ലാത്തവൻ. അപ്പൊ അറിവ് എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർക്കുള്ളതാണ്, അല്ലാതെ മണ്ടന്മാർക്കുള്ളതല്ല. दिया जाता कि मूर्खों को ले राजकुमार दी तुम मेरा अपमान कर रही हो, मेरा अपमान कर रही हो. അപ്പോ നിങ്ങള് നമ്മളെ അപമാനിച്ചുകൊണ്ടിരിക്കുകയാണ് പറയും രാജകുമാരിയെ. अपने ज्ञान का परिचय दो नहीं तो हम तुमको दंड देंगे. अपने ज्ञान का രാജകുമാർ ഒന്നാമത്തെ രാജാവ് പറയണം, നിങ്ങളുടെ അറിവ് പ്രദർശിപ്പിച്ചില്ലെങ്കിൽ, ശരിക്ക് പരിചയപ്പെടുത്തിയില്ലെങ്കിൽ നിനക്ക് ശിക്ഷ കിട്ടും. നിന്റെ അറിവ് വ്യക്തമായി പ്രദർശിപ്പിച്ചില്ലെങ്കിൽ നിനക്ക് ശിക്ഷ കിട്ടും. ദണ്ഡ് ശിക്ഷ, ദണ്ഡ് പണിഷ്മെന്റ് ശിക്ഷ. അപ്പൊ നിന്റെ അറിവ് നീ ശക്തമായി നന്നായി പ്രദർശിപ്പിച്ചിരിക്കണം ഇവിടെ. അങ്ങനെ പ്രദർശിപ്പിക്കുന്നില്ല എങ്കിൽ നിനക്ക് ശിക്ഷ ലഭിക്കും, ദണ്ഡ് ശിക്ഷ. अपने ज्ञान का परिचय दो नहीं तो हम तुमको दंड देंगे. രാജകുമാർ ദോ ഇതർ ഉദർ देखता थे. രണ്ടാമത്തെ രാജകുമാരൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാണ്. രാജകുമാർ ദോ ഇതർ ഉദർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാണ്, എന്തെങ്കിലും കാരണം അറിവ് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട്. ഉസേ കിസി ജാൻവർ കി ഹഡ്ഡിയാ പടി ദിഖായി ദേതി. ഏതോ ഒരു മൃഗത്തിന്റെ എല്ലുകൾ അവിടെ കിടക്കുന്നു. ജാൻവർ കി ഹഡ്ഡിയ, ജാൻവർ മൃഗം, ഏതോ ഒരു മൃഗത്തിന്റെ എല്ലുകൾ അവിടെ കിടന്നു. ജാൻവർക്കി ഹഡ്ഡിയ, ഹഡ്ഡി എല്ലുകൾ, ഏതോ ഒരു മൃഗത്തിന്റെ എല്ലുകള് അവിടെ കിടക്കുന്നു. ദിഖായി ദേതി, അവിടെ ഒരു മൃഗം ചത്തു മരിച്ചിട്ട് അതിന്റെ എല്ലുകള്, ഹഡ്ഡി എല്ലുകൾ, അസ്ഥികൂടം, അതിന്റെ അസ്ഥികളെ എല്ലുകൾ അവിടെ കിടന്നു. ജാൻവർ മൃഗം, ഹഡ്ഡി, അസ്ഥി, എല്ല്. രാജകുമാർ രണ്ടാമത്തെ രാജകുമാരൻ ഹഡ്ഡിയാം ദേഖോ, ഈ എല്ലുകളൊക്കെ കണ്ടോ, നീ ഈ അസ്ഥികളൊക്കെ കണ്ടോ? രാജകുമാരേക്ക് ഹാ മേ അപ്പനെ ഞാൻ സെ ബതാ സക്താ ഹൂ, ഞാൻ എന്റെ അറിവ് കൊണ്ട് എനിക്ക് പറയാൻ കഴിയും. ഏ ഹഡ്ഡിയാം ഷേർഖീഹെ, ഈ അസ്ഥികൾ സിംഹത്തിന്റേതാണ്. എന്റെ അറിവ് കൊണ്ട് എനിക്ക് പറയാൻ കഴിയും ഈ അസ്ഥികൾ സിംഹത്തിന്റേതാണ്. സിംഹം, ഈ അസ്ഥികള് സിംഹത്തിന്റേതാണ്. രാജകുമാർ തീ ബസ് യഹ്തോ മാമൂലി ബാത്ത് ഹെ, ഇത് സാധാരണ വിഷയമാണ്. മാമൂലി ബാത്ത്, സാധാരണ വിഷയം. ഇതൊരു സാധാരണ വിഷയമാണ്. ഒരു മൃഗത്തിന്റെ എല്ല് കണ്ടിട്ട്, അസ്ഥി കണ്ടിട്ട് ഏത് മൃഗമാണ് എന്ന് പറയുന്നതൊക്കെ നിസ്സാര കാര്യമാണ്, സാധാരണ കാര്യമാണ്. മാമൂലി ബാത്ത് സാധാരണ വിഷയം, സാധാരണ കാര്യം, മാമൂലി ബാത്ത്. मैं तो अपने ज्ञान से इन हड्डियों पर मांस उनमें रक्त और उसके ऊपर गार भर सकता है. ഞാൻ എന്റെ അറിവ് കൊണ്ട്, എന്റെ ജ്ഞാനം കൊണ്ട് ഈ അസ്ഥികളുടെ മീതെ മാംസവും രക്തവും ചർമ്മവും വരുത്താൻ വേണ്ടി പോവുകയാണ്. രാജകുമാർ തീ മൂന്നാമത്തെ രാജകുമാരൻ പറയും, എന്റെ ജ്ഞാനം കൊണ്ട്, എന്റെ അറിവ് കൊണ്ട് ഈ അസ്ഥികൂടത്തിന് മീതെ മാംസം, രക്തം എല്ലാം ഞാൻ വരുത്താൻ വേണ്ടി പോവുകയാണ്. ഉന്മേം മാംസ്, രക്ത്, ആ ഉസ്കെ ഊപ്പർ ഗാല് ചർമ്മം, തൊലി, ചർമ്മം അഥവാ തൊലി, ചർമ്മം അഥവാ ഞാനിതൊക്കെ വരുത്താൻ വേണ്ടി പോവുകയാണ്. ഈ ഇതിന്റെ മീതെ, അസ്ഥിയുടെ മീതെ ചർമ്മം, മാംസം, രക്തം എല്ലാം വരുത്താൻ വേണ്ടി പോവുകയാണെന്ന് പറയാം. മന്ത്രപ്പെടുത്താവും, ഞാൻ മന്ത്രം ചൊല്ലാൻ വേണ്ടി പോവുകയാണ്. ഞാൻ മന്ത്രം ചൊല്ലിയിട്ട് ഈ അസ്ഥി കൂടത്തിന് മീതെ രക്തം, മാംസം, ത്വക്ക്, തൊലി എല്ലാം കൊണ്ടുവരാൻ വേണ്ടി പോവുകയാണ്. ഇനി എന്താ സംഭവിക്കാന്ന് അറിയില്ല. അപ്പൊ അസ്ഥി കൂടെ അവിടെ കിടക്കുന്നു, സിംഹത്തിന്റെ അസ്ഥി കൂടമാണ്. അതിന് ജീവൻ കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. ഇനി എന്താ സംഭവിക്കാന്ന് അറിയില്ല. ഇനി അടുത്ത എപ്പിസോഡില് കൂടുതൽ കാര്യങ്ങള് പറയാനായിട്ട് ശ്രമിക്കുന്നതാണ്.